ായിട്ട് നമ്മുടെ വൃത്തിഹീനതയാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ ഉള്ള സ്ഥലമെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും അത് ഓരോ വ്യക്തിയും അതിനായിട്ട് പരിശ്രമിക്കണം. ഗവൺമെന്റ് മാത്രമല്ല, ഓരോ വ്യക്തിയും കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മുടെ ബീച്ചിന്റെ പ്രശ്നം തന്നെയല്ല, നല്ല വ്യൂ ആണ്, സൺസെറ്റ് കാണാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേതായാലും അവിടെ ഉണ്ടല്ലോ, അതിന് പോലുമുള്ള അവസരവും ആ സാഹചര്യവും നമ്മൾ ഒരുക്കി കൊടുക്കണം. വൃത്തിഹീനതയാണ് അവർ നമ്മുടെ ഒരു വലിയ മൈനസ് പോയിന്റ് ആയിട്ട് കാണുന്നത്. നമ്മുടെ ഉള്ളിലുള്ള സ്ഥലങ്ങളൊക്കെ അവർ നന്നായിട്ട് വെച്ചിരിക്കുന്നെന്ന് പറയും, പക്ഷെ പുറത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സാധനങ്ങൾ നടക്കുന്ന പട്ടികളും അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികള്, പിന്നെ രാത്രി സ്ട്രീറ്റ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു 20% മാത്രമേ കത്തുന്നുള്ളൂ, ബാക്കിയുള്ളതെല്ലാം പോയി, റീപ്ലേസ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. പ്രകൃതി എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാലും മനുഷ്യരായിട്ട് ആ ഉള്ളതൊന്ന് നല്ലതായിട്ട് വെച്ച് ഇതേപോലെ ഇനി കൊച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ ഇതേപോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവരിവിടെ കുറിപ്പെഴുതിട്ട് പോകാറുണ്ടോ? പറയുന്ന സജഷൻസ് തന്നെ എഴുതുന്ന ഫോട്ടോ വെച്ചാൽ എല്ലാം ഇത്രയും നല്ല സ്ഥലമായിട്ട് അധികൃതര് നമ്മളെ ഇതൊന്നും ചെയ്യാത്ത എന്താ, സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ല, ഞങ്ങൾക്ക് ടോർച്ച് കൊണ്ട് പോകേണ്ടി വരുന്നു, രാത്രിയിലൊക്കെ പട്ടികൾ കണ്ടമാനം റോട്ടിലുണ്ട്, കന്നുകാലികളും ഉണ്ട്. ഇതൊക്കെ എന്താന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാം, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ഹെൽപ്പില്ല. പിന്നെ ഇവിടെ ഇത്രയും പിന്നെ ബിസിനസ് ഉള്ള ഈ കടകളെല്ലാം അവിടുത്തെ ലൈറ്റൊക്കെയാണ് റോഡിലോട്ട് ഈ വെട്ടം കൂടുതൽ കാണിക്കുന്നത്, അല്ലാതെ സ്ട്രീറ്റ് ലൈറ്റ്സ് എന്ന് പറയാൻ ഒരു 20% മാത്രമേ കത്തുന്നുള്ളൂ. ഇപ്പൊ എത്ര റൂമുണ്ട് ഇവിടെ? കാരണം തുടങ്ങിയപ്പോ പറഞ്ഞു, മേഡം പറഞ്ഞു 2 റൂമിലാണ് തുടങ്ങുന്നത്. ഇപ്പൊ ഏകദേശം എത്ര റൂം പ്രിഫർ ചെയ്യുന്നു? 6 റൂം കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൺ എമർജൻസി വലിയ പീക്ക് സീസണിലാണ് ഞങ്ങളുടെ ഗസ്റ്റ് റൂമും കൂടെ ഞങ്ങൾ ഒരു റൂം സ്പെയർ കൊടുക്കാറുണ്ട്, അത്യാവശ്യം വന്നാൽ മാത്രം. 6 റൂമാണ് ഞങ്ങൾ പൊതുവായിട്ട് കൊടുക്കുന്നത്. ശരിക്കും ഈ സീസൺ എപ്പോഴാണ്? നവംബർ ടു ഫെബ്രുവരി എൻഡ് 4 മാസമാണ് പീക്ക് സീസൺ. പിന്നെ ഒരു മെയ് ജൂൺ ആണ് ഡള്ളസ്റ്റ്. അപ്പൊ ഈ ഒരു സമയത്താണോ അവിടുത്തെ വെക്കേഷൻ? അതായത് വരുന്ന രാജ്യങ്ങളിൽ ഫ്രഞ്ചുകാരുടെ വെക്കേഷൻ, ഏറ്റവും കൂടുതൽ ഫ്രഞ്ച് ടൂറിസ്റ്റ് വരുന്നത് ജൂലൈ ഓഗസ്റ്റ് സീസൺ. അവർക്ക് അവിടെ ഹോളിഡേയ്സ് ആണ്. വരുന്നവരുടെ ഇവിടെ പിള്ളേരൊക്കെ ഒത്തിരിയാണ്, സ്കൂൾ അവധിയാണ്, ഒക്കെ ടീച്ചർമാരും അതിനോട് ബന്ധപ്പെട്ടുള്ള ജോലിക്കാരും, പിന്നെ കുഞ്ഞുങ്ങൾക്ക് അവധി ഉള്ളത് കൊണ്ട് അവരുടെ പേരൻസ് അവധിയെടുത്ത് അവരെ കൊണ്ടുവരുന്നതും അങ്ങനെയുള്ള ഒരു ക്രൗഡാണ്. പിന്നെ പീക്ക് സീസൺ എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി വരുന്നതൊക്കെ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർ, മറ്റുള്ള ജോലിയിൽ നിന്ന് അവധി എടുത്തിട്ടുള്ളവർ, മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. സ്റ്റുഡൻസും പിള്ളേരും കൂടുതൽ കാണുന്നത് ഈ ജൂലൈ ഓഗസ്റ്റ്. പിന്നെ അതിങ്ങനെ ഫ്ലോ ചെയ്ത് കുറഞ്ഞു പോലെ സെപ്റ്റംബർ ഒക്ടോബർ നവംബറിൽ ഇങ്ങനെ പിക്ക് ചെയ്ത്. ഇവിടെ ശരിക്കും ഈ സ്ഥാപനത്തിന് ഒരു മുടക്കുണ്ടാവുമല്ലോ, അത് ഏത് ടൈം ആയിരിക്കും? അത് മെയ് ജൂൺ ശരിക്കും. മെയ് ജൂൺ ഇപ്പൊ പണി ചെയ്യാനുണ്ട്. ഇപ്പം ഏപ്രിലിലെ പകുതിയോടുകൂടി തുടങ്ങണം. അപ്പൊ ഈ പോയവര് തിരിച്ച് അല്ലെങ്കിൽ അവരുടെ ഗസ്റ്റുകൾ അവരറിഞ്ഞിട്ട് ഇവിടെ വന്ന ഫീഡ്ബാക്കുകൾ കിട്ടാറുണ്ടോ? ഉണ്ട്, ഫീഡ്ബാക്കുകൾ ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. സൈറ്റിൽ കൂടെ അല്ലേ, സൈറ്റിൽ എടുത്തിട്ടാണല്ലോ അവർ ബുക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്, പിന്നെ അവരുടെ പുസ്തകത്തിലൊക്കെ ഉള്ളത് കൊണ്ട് സൈറ്റ് ഉള്ളതുകൊണ്ട് ഗൂഗിളിൽ പോകുമ്പോൾ അവർ ഹോം സ്റ്റേസ് നോക്കുമ്പോൾ ഞങ്ങൾ അതിൽ വരും. അപ്പൊ ആ വിധത്തില് അവർ അപ്രോച്ച് ചെയ്ത് മെയിൽ അയക്കും, അല്ലെ ഓൺലൈൻ ബുക്ക് ചെയ്യാം ക്രെഡിറ്റ് കാർഡിൽ കൂടെ. ടൂറിസ്റ്റ് ഇനിയും കൂടുതൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ടൂറിസം മേഖലയാണ് കൊച്ചിയുടെ ഒരു പകുതി വരെയുള്ള മൂലധനം എന്ന് പറയാം. ഇതിൽ കൂടുതൽ വേറെ എന്തൊക്കെയാണ് ഇത്ര നാളത്തെ എക്സ്പീരിയൻസ്? കാരണം ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഫോട്ടോ വെച്ചാൽ വളരെ കുറവായിരിക്കുള്ളൂ. കാരണം താങ്കൾ തുടങ്ങുന്ന സമയത്താണ് വേറെ 1-2 പേരെ കഷ്ടിയുണ്ടാവുള്ളൂ ഫോട്ടോ വെച്ചത്. അപ്പൊ ഏകദേശം ഫോറിനേഴ്സിന്റെയും ടൂറിസത്തിന്റെയും എല്ലാ രൂപയുടെയും മനസ്സിലുണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഇവിടെ നമുക്ക് കേരളത്തെ വളർത്തേണ്ടത്? സജഷൻ ഇത് ഉള്ളവരെ തന്നെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല നല്ല പിന്നെ ആവശ്യങ്ങൾ ഉള്ളതൊക്കെ അവർക്ക് കൊടുത്ത് കൂടുതൽ കൾച്ചറും ഹെറിറ്റേജ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഗവൺമെൻറ് കൂടെ സഹകരിച്ച് ചെയ്ത് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ റെയിനി സീസണിൽ വരാൻ വേണ്ടി അതുകൊണ്ടൊക്കെ ഒത്തിരി ചെയ്തിരുന്നു, പക്ഷേ അത് ഭയങ്കര എഫക്റ്റീവ് അല്ല. റെയിൻ ടൂറിസം എന്നും പറഞ്ഞുകൊണ്ട്, പക്ഷെ അത് വെറുതെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. റെയിൻ ടൂറിസത്തിൽ റെയിൻ ടൈമിലൊന്നും ആരും അധികം വരുന്നില്ല. അത് വരാനുള്ള മാർഗങ്ങളൊക്കെ അവരെ പിന്നെ അട്രാക്ട് ചെയ്ത് വരുത്താനുള്ളത് വല്ലതും ഉണ്ടെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് ആയിട്ടുള്ളവർക്ക് അതിനെക്കുറിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്താന്ന് വിചാരിക്കുന്നു, പക്ഷെ ഇങ്ങനെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പൊ ലോകത്ത് കേരളം എന്ന് പറഞ്ഞാൽ അറിയില്ല, കൊച്ചി എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. അപ്പൊ കൊച്ചി എന്ന് പറയുമ്പോൾ മനസ്സിലായിട്ട് ചീന വല്ല സ്വാഭാവികം വരുന്ന ഫോറിനേഴ്സ് കഥകളിയോട് എങ്ങനെ? കഥകളി അവർക്ക് വരുന്ന എല്ലാവരും കഥകളി കാണുന്നത് ഞങ്ങൾക്ക് തോന്നുന്നത് എങ്ങനെയാണ് അവരുടെ ഒരു അപ്രോച്ച്? കഥകളി കാണാനായിട്ട് അവർ ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. അവരിൽ 90%, 100 വരെ പറയാം, എല്ലാവരും കഥകളി കാണുന്നുണ്ട്. കാരണം കഥകളിയുടെ ആർട്ട് ഫോം
മുദ്ര കൊണ്ട് കാണിക്കുന്നതും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം അവർ ഈ കഥകളി കാണുന്നതിന് മുമ്പ് തന്നെ ആ സ്റ്റോറി മുഴുവൻ വായിക്കുന്നുണ്ട്. സ്റ്റോറി വായിച്ചിട്ട് ഇത് കണ്ടു കഴിയുമ്പോൾ അവർ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊരു വലിയ സംഭവമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. മാത്രമല്ല ഇത് അവരുടെ നാട്ടിലേക്ക് അവർ അവിടുന്ന് വരുന്നവരത് പഠിച്ച് അവരുടെ നാട്ടിൽ പോയി അത് പഠിപ്പിക്കുന്നുണ്ട്, അവിടെ അത് ചെയ്യുന്നുണ്ട്. ഇവിടുന്നും കഥകളിക്കാർ അവിടെ പോകുന്നുണ്ട്, അവിടെ അഭിനയിക്കുന്നുണ്ട്. അവരുടെ കഥകളും ഈ കഥകളി രൂപത്തിൽ കൊണ്ടുവന്നിട്ട് അതവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് വലിയ ഇഷ്ടമുള്ളൊരു ആർട്ട് ഫോമാണ് കേരളത്തിലെ കഥകളി. ഭയങ്കരമായിട്ട് അട്രാക്റ്റീവാണ്. അതോടൊപ്പം തന്നെ ഈ 12 വർഷത്തിൽ കൂടുതലായി നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഹോം സ്റ്റേ ഇതിലേക്ക് ഇറങ്ങിയിട്ട് സ്വാഭാവികമായിട്ട് പലതരത്തിലുള്ള ആളുകളെ കാണുന്നു. ഇപ്പം ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ എപ്പോഴും സ്ഥിരം ഒരു ആൾക്കാരല്ലേ മറ്റേ കാണുള്ളൂ. അങ്ങനെ പലതരത്തിലുള്ള പല സ്വഭാവക്കാരെ, പല രാജ്യക്കാരെ എല്ലാം കാണുന്നുണ്ട്. ഒരു കുടുംബം പോലെയാണ് നിങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഈ ഓഫ് സീസൺ ഒഴിച്ചു കഴിഞ്ഞാൽ. ശരിക്കും ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതിൽ സംതൃപ്തരാണ് രണ്ടുപേരും? ഈ ബിസിനസ്സിലേക്ക് വന്നത് ഞങ്ങൾ രണ്ടുപേരും സംതൃപ്തരാണ്. ഇതുവരെയൊക്കെ കുഴപ്പമൊന്നും ഇല്ലാതെ പോയി. എന്നാലും അതിൻ്റെതായിട്ടുള്ള ചില മൈനസ് പോയിന്റ്സും ഉണ്ട്, പ്ലസ് പോയിന്റ്സും ഉണ്ട്. ചില സമയത്തൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ പറഞ്ഞ് പ്രായമായി വരുന്തോറും നമുക്ക് തന്നെ ഇത് നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഒത്തിരി സഹായം ചെറുപ്പക്കാരൊക്കെ ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കും. നമ്മുടെ പിള്ളേർ തന്നെ വരണം. ഒത്തിരി പീക്ക് സീസണിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇത് ചെയ്യുന്നൊരു ബിസിനസ്സാണല്ലോ, അതിലങ്ങ് എൻജോയ് ചെയ്ത് അതങ്ങ് ചെയ്തു പോകുന്നു. ആശയത്തിന്റെ ഉടമ ആശ ഇബ്രാഹിമാണ്. എന്താണ് ഇപ്പോൾ സംതൃപ്തിയാണ്? സംതൃപ്തിയാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. പേഴ്സണൽ ലൈഫിന് കുറച്ച് വിഘ്നങ്ങൾ വരും. കാരണം നമ്മൾ ഇവർക്ക് വേണ്ടി ഡിവോട്ടഡ് ആയിട്ട് ജീവിക്കുന്ന പോലെയാണ്. എങ്കിലേ അവരെ നമുക്ക് പ്ലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ മുഴുവൻ സമയവും നമ്മൾ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരുമിച്ച് ഞങ്ങൾക്ക് പുറത്തു പോകാനും ട്രാവൽ ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ആ സമയത്ത് മെയിൻ്റനൻസ് ഒക്കെ ഉണ്ട്, അന്നേരം ബുദ്ധിമുട്ടാണ്. കുടുംബത്തിൽ ആരെല്ലാം ഉണ്ട്? ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. മൂത്ത അമ്മയുണ്ട്, ഇവിടെ മദറുണ്ട് എൻ്റെ. പിന്നെ മൂത്ത മകള് കുവൈറ്റിലാണ്. മകളുടെ പേര് അനീന എലിസബത്ത് എബ്രഹാം. പിന്നെ ഭർത്താവിൻ്റെ പേര് ജോൺ എബ്രഹാം. അവർ പിന്നെ സുനിൽ എന്ന് വിളി. പിന്നെ ഒരു മകളുണ്ട് അവർക്ക്, നീന അച്ചു എബ്രഹാം. പിന്നെ 2 ആൺമക്കള്. മകൻ വൈഫും ലണ്ടനിലാണ്. മകന്റെ പേര് അജയ് മാത്യു എബ്രഹാം. ഭാര്യയുടെ പേര് ഷെറി. അടുത്ത് കല്യാണം കഴിഞ്ഞ വർഷം കല്യാണമായിരുന്നു. അത് കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞപ്പോൾ അവര് എങ്ങനെ ലണ്ടനിൽ ഇളയ ആള് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആൽബി എബ്രഹാം. ഞങ്ങളെ സഹായിക്കുന്നു, ഞങ്ങളുടെ കൂടെ ഉണ്ട്. സഹായം എന്ന് പറയാൻ ഇങ്ങനെ പതിയിലേക്ക് വരുന്നു. എത്ര കൊണ്ടുവരണം ആയി വരുന്നേ ഉള്ളൂ. അവന് പിന്നെ മറ്റവരെക്കാളിലൊക്കെ ഒത്തിരി പ്രായക്കുറവാണ്. അവന് 24 വയസ്സ് 23 വയസ്സേ ആയിട്ടുള്ളൂ. കുറച്ച് ആ ഒരു യൗവനത്തിന്റെ ഇത് നിൽക്കുകയാണല്ലോ. ഈ ബിസിനസ്സിലേക്കൊക്കെ കയറിയോണ്ടിരിക്കുന്നില്ല. കുറച്ചൊക്കെ കഴിയുമ്പോൾ പതിയെ വരണം നോക്കും. ഏതായാലും വളരെ തിരക്കുണ്ടായ സമയമാണ് ഇപ്പോൾ. ഈ തിരക്കുണ്ടായ സമയത്ത് പോലും ചിരമൽ റെസിഡൻസിയുടെ 2 പേർ, ഭാര്യയും ഭർത്താവും ആശയും അതേപോലെ തന്നെ എബ്രഹാമും, നമ്മളോട് സഹായിക്കുകയും അതുപോലെ തന്നെ അവരുടെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് എന്താണ് നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തതിന് ഈ 2 പേർക്കും എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുന്നു. നന്ദി, നമസ്കാരം സാർ. ഇത്രയും സമയം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ സ്ഥാപനമായ ചിറമേൽ റെസിഡൻസിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടു വരുന്നത് ചിറമേൽ റെസിഡൻസി എന്ന ഫോർട്ട് വെച്ചിൽ അറിയപ്പെടുന്ന വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ആ ഹോം സ്റ്റേ സ്ഥാപനത്തിലെ 2 ഭാര്യയും ഭർത്താവുമാണ്, ആശയും അതുപോലെ തന്നെ എബ്രഹാമുമാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം പങ്കെടുത്തത്. അവർ ടൂറിസത്തെ പറ്റിയും വരുംകാല കാര്യങ്ങളെ പറ്റിയും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയും പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി. ഇത് ഒരു കണക്കിൽ പറഞ്ഞാൽ ഒരു ടൂറിസം പ്രൊമോഷൻ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ കൾച്ചറിനനുസരിച്ച് അവരെ ഒരു ഗസ്റ്റായി കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി കൊടുത്ത ശേഷം അവരെ പറഞ്ഞു വിടുമ്പോൾ നമ്മുടെ ഒരു സംസ്കാരമാണ് അവരിലൂടെ അവരുടെ രാജ്യത്തിലേക്ക് പോകുന്നത്. ഇതേപോലെയുള്ള ഹോം സ്റ്റേകൾ ഇതേപോലെ നല്ല രീതിയിൽ നടത്തണമെന്ന് ഈ ഒരു എപ്പിസോഡ് കൂടി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വീണ്ടും അടുത്ത സമയം, അതായത് നാളെ ഇതേ സമയത്ത് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.